ChatGPT, ജെമിനി, ക്ലൗഡ് പോപ്പുലർ ആയിട്ടുള്ള ഈ മൂന്ന് ജനറേറ്റീവ് ടൂൾ യൂസ് ചെയ്തിട്ടും നിങ്ങൾ വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ടൂളിന്റെ പ്രശ്നമല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രശ്നമാണ്. കാരണം എനോട് നമ്മൾ എത്രത്തോളം ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോ അത്രത്തോളം യുണീക്ക് ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും നമുക്ക് തിരിച്ച് എ ടൂൾസ് തരുന്നുണ്ടാവുക. കൺഫ്യൂസ്ഡ് ആകണ്ട, നിങ്ങളുടെ സിമ്പിൾ ചോദ്യം എ യൂസ് ചെയ്തിട്ട് ഒരു ബെറ്റർ ചോദ്യം എങ്ങനെ ആക്കാന്നുള്ളതും അതുമായി എ ടൂൾസിന്റെ അടുത്തുനിന്ന് ഏത് എ ടൂൾസിന്റെ അടുത്തുനിന്ന് ബെറ്റർ യുണീക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി ആൻസറുകൾ എങ്ങനെ നേടാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. സോ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കസ്റ്റം GPT പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ChatGPT അകത്തുള്ളത് യൂസ് ചെയ്യുന്നത്. സോ കസ്റ്റം GPTയിൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് ആൻ ആർട്ടിക്കൽ അപ്പോഴത്തെ ടോപ്പിക് ജനറേറ്റ് ചെയ്യാൻ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് കൊണ്ട് കൊടുത്തു. ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ChatGPT അല്ലെങ്കിൽ എ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എനിക്ക് തിരിച്ച് ആൻസർ തരുന്നതിന് പകരം ഞാൻ കൊടുത്തുള്ള പ്രോംപ്റ്റിനെ ബെറ്റർ ആക്കിയിട്ട്, അതായത് റോൾ ആഡ് ചെയ്തു, അതേപോലെ തന്നെ സ്പെസിഫിക് ടാസ്ക് ആഡ് ചെയ്തു, കോൺടാക്ട്സ് ആഡ് ചെയ്തു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോംപ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആവുക. സോ നമുക്ക് ഇനി ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് റെസ്പോൺസ് തരുന്നതിൽ നോക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ്. സോ ഈ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഞാൻ ChatGPTയോട് ഒരു ആർട്ടിക്കൽ എത്തിപ്പിച്ചു. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ്. രണ്ടാമതായിട്ട് ChatGPT എനിക്ക് തന്നിട്ടുള്ള പ്രോംപ്റ്റ്, റോളൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു ആർട്ടിക്കൽ ഇവിടെ ChatGPTനെ കൊണ്ട് എത്തിപ്പിച്ചു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ChatGPTന്റെ ഒരു ചാറ്റ് എടുത്തിട്ട് ഞാൻ രണ്ട് ആർട്ടിക്കിൾസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ChatGPTയോട് ചോദിച്ചു ഏതാണ് ബെറ്റർ ആയിട്ട് റിസൾട്ട് തരുന്നത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് എനിക്ക് ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ChatGPT രണ്ടിനെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72% മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, ആർട്ടിക്കിൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓരോന്നിനും ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആർട്ടിക്കിൾ 2 തന്നെയാണ് വിന്നർ എന്നാണ് ChatGPT പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ നോർമലി ChatGPT കൊടുക്കുന്ന പ്രോംപ്റ്റ് ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള ആൻസറുകൾ നേടിയെടുക്കൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് എ ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചോദ്യം ബെറ്റർ ആയി കഴിഞ്ഞാൽ എ തരുന്ന റിസൾട്ട് ബെറ്റർ ആവുള്ളൂ. സോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു കസ്റ്റം GPT എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും നിങ്ങളുടെ ChatGPT അകത്ത് എങ്ങനെയാണ് ഈ കസ്റ്റം GPT ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും ഒരു ഡീറ്റെയിൽ ഡോക്യുമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോംപ്റ്റ് എന്ന് കമന്റ് ചെയ്താൽ മതി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ വീണ്ടും കാണാം.